3 വർഷം മുന്നേ ആയിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ആ ഒരു സംഭവം സംഭവിച്ചത്. ഒറ്റയ്ക്കായി കഴിഞ്ഞെന്നാൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ്റെ ഭീകരത ഭയങ്കരമായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്യും. സത്യം പറഞ്ഞാൽ എന്നെ കേട്ട് വീട്ടിലാണ് ഭയങ്കര സീനായിരുന്നു. എപ്പോൾ വിളിച്ചാലും ഒരു കാര്യം അറിയാമായിരുന്നു, ബോഡി പയ്യെ വീക്കായി തുടങ്ങി. സോ ഹേ ഫോക്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എ ന്യൂ പോഡ്കാസ്റ്റ്. ഇന്ന് പുതിയൊരു പരിപാടി നമ്മൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് എപ്പിസോഡാണിത്. സോ ആദ്യം തന്നെ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. മാം ആൽവിൻ ജൂഡ് മാത്യു. ബേസിക്കലി ഒരു തേർഡ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. ബാക്കി ഇവരെ പരിചയപ്പെടുത്താം. സോ ഹലോ, ഐ എം മോഹിത്. ഹലോ ഗൈസ്, ഐ എം വിവേക്. ഓക്കെ, 3 വർഷം മുന്നേ ആയിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ ആ ഒരു സംഭവം സംഭവിച്ചത്. 24 ഫെബ്രുവരി 2022 റഷ്യ യുക്രൈൻ വാർ ഫുൾ സ്കെയിൽ ഇൻവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി ആ സമയത്ത് ഞങ്ങൾ ഉക്രൈനിലായിരുന്നു. ഞങ്ങൾ ഈ ഇരിക്കുന്ന 3 പേരും ഞങ്ങളുടെ കൂടെയുള്ള കമ്പനിക്കാരെല്ലാവരും തന്നെ ഞങ്ങളെല്ലാവരും യുക്രൈൻ റിട്ടേൺ ചെയ്തതാണ്. സോ ഇന്ന് ഫസ്റ്റ് എപ്പിസോഡിൽ വാട്ട് വാസ് യുക്രൈൻ, ആ ഒരു വാറിൻ്റെ സിറ്റുവേഷൻ, ആ ഒരു വാർ ഞാൻ ലൈവായിട്ട് അധികം മാർഗം കിട്ടാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അതായത് ഒരു റിയൽ വാറിൻ്റെ ഇടയിൽ കൂടെ കടന്നു പോവുക, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കിട്ടിയ ഒരാൾക്കാരാണ് ഞങ്ങൾ. സോ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി ഇന്ന് ഷെയർ ചെയ്യുന്നത്. സോ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ എല്ലാം സ്റ്റാർട്ട് ചെയ്തത് 24 ഫെബ്രുവരി 2022 ആക്ച്വലി 3 വർഷം കഴിഞ്ഞു. ഞാനിപ്പോഴും ഓർക്കുന്നത്, ഞങ്ങൾ ഉക്രൈനിൽ വന്നത്, ഞാൻ ഉക്രൈനിലെത്തിയത് 2021 ഡിസംബർ 8 പോയിട്ട് നീ എന്നായിരുന്നു എത്തിയത്? സെയിം ഡേറ്റ്. വേഗം സെയിം ഡേറ്റ് ആയിരുന്നു. സോ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് എത്തിയത്. 3 months ആയിരുന്നു ഞങ്ങൾ ഉക്രൈനിലുണ്ടായിരുന്നത്. 3 months സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഇൻ ദ സെൻസ് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു, അടിപൊളിയായിട്ട് നടക്കുന്നു. അല്ലെങ്കിൽ നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അവർ 3 months? ജസ്റ്റ് ലൈക്ക് ഒരു വെക്കേഷൻ സ്പെൻഡ് ചെയ്തിട്ട് വന്ന ഫീലാണ്. പോയിട്ട് നിനക്കോ? വളരെ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും ആക്ച്വലി ഒരു കിളിവായ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആദ്യമായിട്ട് വെളിയിലൊരു രാജ്യത്ത് പോകുന്നു, അല്ലേ? ഒരു പുതിയൊരു സ്ഥലത്ത് മാറുന്നു, വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറുന്നു, അല്ലേ? ടോട്ടൽ ഫ്രീഡം, കയ്യിൽ ഡോളേഴ്സ്. മറ്റേ സ്പോയിൽഡ് അമേരിക്കൻ കിഡനെ പോലെ കംപ്ലീറ്റ് ഫ്രീഡം, കയ്യിൽ ഡോളേഴ്സ് ആൻഡ് ഡോളേഴ്സ്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ നിൽക്കുന്ന കുറേ എണ്ണങ്ങൾ. അതായിരുന്നു സത്യത്തിൽ ഉള്ള കാര്യം പറയാമല്ലോ. ഇങ്ങനെ ഒരു രീതിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് തലയ്ക്ക് അടി കിട്ടുന്ന പോലെ വാർ വരുന്നത്. എക്സ്പെക്റ്റഡ് ആയിരുന്നു നിന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും. ലൈക്ക് വാർ വരുന്ന ഒരു 1 week മുമ്പേ ലൈക്ക് മോസ്റ്റ് പീപ്പിൾസ് പ്രഡിക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. പ്ലസ് വന്നിട്ട് ഞാൻ ഒരു 2-3 days നോർമലാവും, തിരിച്ച് ബങ്കറിൽ നിന്ന് മുകളിൽ കയറി പോകുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഓടി അടുത്ത ബോർഡറിൽ പോയി ഫ്ലൈറ്റ് കയറി വരേണ്ട സിറ്റുവേഷൻ ആവുന്നത്. സത്യം പറഞ്ഞുണ്ടല്ലോ, പറയുമ്പോഴത്തേക്കും ചിരി വരും. പക്ഷേ അന്നത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇച്ചിരി ടെറിഫിക് ആയിരുന്നു. മോഹിത്ത് നിനക്കോ? ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. പിന്നെ പറഞ്ഞ പോലെ 1 week ബിഫോർ ന്യൂസ് വന്നു. ആക്ച്വലി സീനിയേഴ്സ് പറഞ്ഞത് വെച്ച് മുമ്പ് ഒരു വാർ ഉണ്ടായിരുന്നെങ്കിലും അതത്ര എഫക്റ്റ് ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം നോർമലായിട്ട് വന്നു. പിന്നെ കൊറോണ വന്നു, എല്ലാം നോർമലായി. ഈ ഒരു വാറും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരുടെയും ഒരു പ്രഡിക്ഷൻ അങ്ങനെയായിരുന്നു. പക്ഷേ ഫുൾ തലതിരിഞ്ഞു. കംപ്ലീറ്റ് പ്രൊഡിക്ഷൻസ് തലതിരിഞ്ഞെന്ന് പറഞ്ഞാണല്ലോ, കംപ്ലീറ്റ് തലതിരിഞ്ഞു. കാരണം നമുക്കെല്ലാവർക്കും ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ശരിയാകും, വാർ തുടങ്ങിയ ഒരു 1 week കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് സെറ്റാകും എന്നൊരു ഇതിലായിരുന്നു ഞങ്ങളെല്ലാം ഇരുന്നത്. പക്ഷേ കംപ്ലീറ്റ് കണക്കുകൂട്ടൽ തെറ്റിച്ചു എന്നുള്ളതാണ് സത്യം, അല്ലേ? സത്യം പറഞ്ഞോണ്ടല്ലോ, ഞങ്ങളെല്ലാം അറിയുന്നതിന് മുന്നേ വീട്ടിൽ നമ്മുടെയൊക്കെ വീട്ടുകാരാണ് അറിഞ്ഞത്, അല്ലേ? രാവിലെ ഒരു 5:30 മണിയായപ്പോഴത്തേക്ക് എല്ലാവരുടെയും ഫോൺ കൂടുകൂടാ വിളി തുടങ്ങി. നീ ഓർക്കുന്നുണ്ടോ അതൊക്കെ? ലൈക്ക് എല്ലാവരും ഞാനൊക്കെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ്, അല്ല വീട്ടിൽ വിളിച്ചില്ല, പക്ഷേ വേറെ ഫ്രണ്ട്സ് വിളിച്ച്. അപ്പോൾ ഞാൻ അങ്ങനെ സീനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് കിടന്നു തുടങ്ങി. ലിറ്ററലി നമ്മൾ അറിയുന്നതിന് മുന്നേ വീട്ടുകാരറിഞ്ഞു. കാരണം നാട്ടിൽ ന്യൂസ് വന്നു സംഭവം. ഫസ്റ്റ് ഷെൽ അറ്റാക്ക്, എൻ്റെ ഒരു ഊഹ ശരിയാണെങ്കിൽ ഫസ്റ്റ് അറ്റാക്ക് കീവ് എയർപോർട്ടിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് ഷെൽ അറ്റാക്ക് കീവ് എയർപോർട്ടിൽ പൊട്ടിയതിൻ്റെ പുറകെ സംഭവം നാട്ടിൽ ന്യൂസ് വന്നു. നാട്ടിലെ ഒരു സംഭവം അറിയാമല്ലോ,
ഇനീഷ്യലി ഇവർ ഭയങ്കരമായിട്ട് പൊലിപ്പിച്ചങ്ങ് പറഞ്ഞു. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊലിപ്പിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടുകാരത് ടെൻസ്ഡായി, വീട്ടുകാർ ഇതെല്ലാം പ്രശ്നമാക്കി, ഇവർ നമ്മളെ വിളിച്ച് ഇവരാകെ ടെൻഷനായി, ആരണ്ട് ഒരു വഴിയായി. നീ ഓർക്കുന്നില്ലേ? നിനക്കും അങ്ങനെ തന്നെയല്ലായിരുന്നു? അതെ അതെ, ഫസ്റ്റ് അമ്മയുടെ കോള്. ഇത് സംഭവം നടന്ന് ഇത് കഴിഞ്ഞ് അപ്പം സംഭവം ഞങ്ങൾക്ക് മനസ്സിലായി, ഓക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ അന്നേരം ഒരു ബിലീഫ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്നേരം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. സംഭവം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 1.5 ആഴ്ച അല്ലേ, 1.5 ആഴ്ചക്കുള്ളിൽ മോർണിംഗ് സംഭവിച്ചു. പിന്നെ ഒരു ഹോൾട്ട് വന്നു. ആ ഗ്യാപ്പിൽ നമ്മൾ നോർമലി മെസ്സിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, ചായ കുടിക്കുന്നു, ഇടയ്ക്ക് ഒരു ന്യൂസ് വരുന്നു, വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാൻ പറയുന്നു. മേടിച്ച് വെക്കണോ വെക്കണ്ടോ ഒന്നും ഒഫീഷ്യലല്ല, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിവിടെ ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് കറക്റ്റ്. രാവിലെ മോർണിംഗ് വിശേഷം അതായിരുന്നു അവസ്ഥ. ലൈക്ക് തേഴ്സ്ഡേ ആയിരുന്നു, ക്ലാസ് ഇല്ലാന്ന് രാവിലെ മനസ്സിലായി. ബോബ് പൊട്ടി അത് വന്നിരുന്നു. വേറെ ഒഫീഷ്യൽ ന്യൂസ് വേറെ ഒന്നും വന്നില്ല. ആസ് യൂഷ്വൽ സാബ് ഉണ്ടായിരുന്നു, മെസ്സാണ് അടുത്ത. നമ്മൾ പോയി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അങ്ങനെ ഇരിക്കുവാണ്. ന്യൂസ് വേറൊന്നും അറിഞ്ഞില്ല ന്യൂസ് എന്താന്ന്. അപ്പോൾ അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് സംഭവം മനസ്സിലായി സീരിയസ് ആണെന്ന്. കാരണം ഒറ്റ കടകളിൽ നമുക്ക് കയറാൻ മേലാത്ത പോലെ തിരക്കായിരുന്നു. ഓർക്കുന്നുണ്ടാവും, ഒരു മനുഷ്യനെ പോലും കയറാൻ പറ്റാത്ത പോലെ തിരക്കും സാധനവും. അതായിരുന്നു മെയിൻ. ലൈക്ക് ഷോപ്സിൽ പോലും ലൈക്ക് കൺട്രിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലായിരുന്നു ഒരു ഹെവി വാറോ അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. മേ ബി ഡേറ്റ് 1 വീക്കായിട്ട് ഫ്ലക്ച്വേറ്റ് ഇന്ന് നാളെ എന്ന് വെച്ച് എന്നിട്ട് ഷോപ്സിൽ ഇനഫ് നെസസിറ്റി വാട്ടറോ എല്ലാം പെട്ടെന്ന് തീർന്നു. അവസാനം സോഡയൊക്കെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ശരി കേട്ടോ, ഞാനും ഓർക്കുന്നുണ്ട്. നീ ഞങ്ങളൊക്കെ സോഡ ആണ് കൊടുത്തോണ്ടിരുന്നത് 1 വീക്കിന്. സോഡ ചപ്പാത്തി കഴിച്ചാൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി കിട്ടും എന്ന് പഠിച്ചു. എന്നതാണെങ്കിലും അന്ന് മെസ്സിന്ന് സാബിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഹോസ്റ്റൽ 5 വന്നു. കാർക്കീവിലുള്ളവർക്കറിയാം, കാർക്കീവിൽ 3 ഹോസ്റ്റലായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങളവിടെ ഹോസ്റ്റൽ 5 ഹോസ്റ്റൽ 5 വന്നു. ഹോസ്റ്റൽ 5 വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ സീരിയസ് ആണെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങളോട് പറഞ്ഞൊരു 10 മണിയായപ്പോൾ, ഞങ്ങൾക്ക് 8 മണിക്കായപ്പോഴത്തേക്ക് അനൗൺസ്മെൻറ്റ് വന്നു, 10 മണിക്ക് കറക്റ്റ് ബങ്കറിൽ പോകണമെന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് ബങ്കർ എന്നൊരു പേര് കേട്ടു. ബങ്കർ എന്തുവാന്ന് കണ്ടു അല്ലേ? വല്ല ഐഡിയ ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി? ഹലോ, എനിക്ക് അപ്പോഴാണ് ഞാൻ ബങ്കറിനെ കുറിച്ചൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കിയത്. മറ്റേ വേൾഡ് വാർ ടൈമിൽ അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനത്തെ സെറ്റപ്പാണെന്ന്. സത്യം പറഞ്ഞാൽ 1 വീക്കൊക്കെ ഒന്നുമില്ല. ലൈക്ക് സംടൈംസ് ഇൻ്റർനെറ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല, ബോംബിടുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്ത് എയറോപ്ലെയിൻ ഇടാൻ പറയും. പിന്നെ ചാർജ് ഒന്നും ചെയ്യാൻ പറ്റൂല. ലൈക്ക് ലിമിറ്റഡ് ടൈമാണ് കിട്ടുന്നത് നമുക്ക് മുറിയിൽ പോയി ഫ്രഷ് അപ്പ് ആവാൻ തന്നെ. അതും ലൈക്ക് കുറച്ച് ഓരോ ഫ്ലോർ വെച്ച് അവർ കുറച്ച് ടൈമായിട്ട് വിട്ട് തിരിച്ചു വരാൻ പറയും. പിന്നെ നിങ്ങൾ ലൈക്ക് പുറത്ത് കണ്ടിട്ടില്ല 1 വീക്കിന്. ഹോസ്റ്റലിൻ്റെ പുറത്ത് എന്താന്ന് പോലെ ആയിരുന്നു അവിടെ. അങ്ങനെയായിരുന്നു. ഹോസ്റ്റലിന് താഴെ ഒരു ഫ്ലോർ, ഒരു സ്റ്റെയർ കേസ് കണ്ടിട്ടില്ലേ? അപ്പം ഫസ്റ്റൊക്കെ വരുമ്പം അത് എന്തും അതിൻ്റെ അകത്തുനിന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ലൈക്ക് മേ ബി സ്റ്റോർ റൂം ആയിരിക്കാം, അങ്ങനെ എന്താ സംഭവം എന്നൊരു ഐഡിയ ഇല്ല. ജസ്റ്റ് ഒരു റൂം കാഷ്വലി ലോക്ക്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു റൂം. നമ്മളത് നോർമലി ഒരു ടോക്ക് വരുമല്ലോ, ഇത് ഹോസ്റ്റൽ താഴെ എന്തായിരിക്കും. അപ്പം ഇന്ത്യയിൽ നിൽക്കുന്ന നമുക്ക് പലർക്കും ബങ്കർ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞങ്ങൾക്ക് 3 പേർക്ക് എന്തായാലും വലിയ പിടിയില്ലായിരുന്നു. അപ്പം അന്ന് പറഞ്ഞ ടൈമിൽ ആ റൂം ഓപ്പണായി, എല്ലാവരും വേണ്ട കുറച്ച് ഐറ്റംസ് എടുത്തിട്ട് വരാൻ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ക്യൂ ഉണ്ടായിരുന്നു, ഒരു വലിയ ക്യൂ. അപ്പം അതിനുള്ളിൽ നമ്മുടെ മേളിലെ പോലെ കുറേ റൂംസ് ഉണ്ട് എന്ന് മനസ്സിലായി. സ്റ്റോർ റൂം ആയിരുന്നില്ല അന്ന്, ഞങ്ങളെ സ്റ്റോർ ചെയ്ത കുറച്ച് റൂംസ് ആയിരുന്നു. എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്, നമുക്ക് ലൈനായിട്ട് ഞങ്ങളോട് പറഞ്ഞു, അത്യാവശ്യം നിങ്ങളുടെ കയ്യിലുള്ള ഫുഡ് മാത്രം എടുക്കുക, നേരെ ബങ്കറിലോട്ട് വരിക, ഒറ്റ ബാഗേ പറ്റത്തുള്ളൂ, ജാക്കറ്റ് ഇട്ടോളാൻ പറഞ്ഞു. മൊത്തത്തിൽ കൺഫ്യൂഷൻ. അതായത് പിന്നെ എസെൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് എടുത്തോളാൻ പറഞ്ഞു. മൊത്തത്തിൽ കൺഫ്യൂഷൻ, ലിറ്ററലി പറയാമല്ലോ. ഇല്ലായിരുന്നു, യൂണിവേഴ്സിറ്റി സബ്മിറ്റഡ് ആയിരുന്നു. ആകപ്പാടെ കയ്യിലുണ്ടായിരുന്നു പാസ്പോർട്ടും വേറെ ഒന്നും ഇല്ല. സത്യം പാസ്പോർട്ട് മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്തു, പയ്യെ നമ്മൾ താഴോട്ടിറങ്ങി. അതായത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ആക്ച്വലി 8th ഫ്ലോറിലാണ്. അപ്പോൾ ഇവനൊക്കെ 9th ഫ്ലോറിൽ. ഇവനാണ് വേറെ ഹോസ്റ്റലായിരുന്നു. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. വേറെ ഹോസ്റ്റലിൽ നിന്നവനാണ് ഇവൻ. അങ്ങനെ താഴെ ഞങ്ങൾ ഇവനീ പറഞ്ഞ ഈ ഒരു അടഞ്ഞു കിടന്നിരുന്ന ആ ഒരു ഫ്ലോർ ഉണ്ടല്ലോ, ആ ഒരു ഡോറ് തുറന്നു. ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്ച്വലി ഞങ്ങൾക്ക് അന്നാണ് കണ്ടത്, മുകളിലോട്ട് പണിതേക്കുന്ന പോലെ തന്നെ
താഴോട്ടും ഫ്ലോറുകളുണ്ട്. സി യുക്രൈൻ എന്ന് പറയുന്നത് ഒരു പഴയ മറ്റേ ഒരു സോവിയറ്റ് ടച്ച് ഉള്ള സോവിയറ്റ് ആയിരുന്നു. അതിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയ ഒരു കൺട്രി. റഷ്യ ക്ലെയിം ചെയ്യുന്നില്ല അത് ഇൻഡിപെൻഡൻ്റ് ആണ്. റഷ്യ ഒഴിച്ച് യുക്രൈൻ അല്ലെങ്കിൽ മേ ബി നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി. അങ്ങനെ പഴയ സോവിയറ്റ് യൂണിയൻ കാലഘട്ടത്തിൽ അവിടുന്ന് സോവിയറ്റ് യൂണിയൻ ബ്രേക്ക് ആയ സമയത്ത് അവിടുന്ന് വിട്ടു പോകുന്ന ഒരു കൺട്രിയാണ്. അപ്പം ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള കാരണം അങ്ങനെ അന്ന് ആ ഒരു സംഭവത്തിന് വേണ്ടി അവർ പണിത് വെച്ചിരുന്നതാണ്. എന്തായാലും ഉപകാരപ്പെട്ടു. അങ്ങനെ താഴോട്ടിറങ്ങുന്ന ഒരു 3 ഫ്ലോർ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു 3 ഫ്ലോർ കറങ്ങി ഏറ്റവും ബേസ്മെൻറ്റിലെത്തുന്നു. നേരെ ഒരു കുറേ ഹോളുകൾ പോലത്തെ സ്ഥലങ്ങൾ. കറക്റ്റ് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് പൈപ്പിങ്, ഇതിൻ്റെ ബേസ്, വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം, എല്ലാ സാധനങ്ങളും വന്ന് ചേരുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് ആയിരുന്നു ആക്ച്വലി ബങ്കർ എന്ന് പറഞ്ഞത്. അത് എസ്പെഷ്യലി ഇപ്പം ഇവർക്ക് എൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കിട്ടിയ ബങ്കർ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു ഐ തിങ്ക്. ഞങ്ങൾ ആണെങ്കിൽ സ്മാർട്ടായിട്ട് ഫസ്റ്റ് ഇറങ്ങി ഒരു നല്ല റൂം കണ്ടുപിടിച്ചു. അവിടെ ആണെങ്കിൽ കുറച്ച് ബെഡൊക്കെ മണ്ണാണ്, സ്റ്റിൽ ബെഡൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും വരുന്ന മുമ്പ് അവിടെ സെറ്റായിരുന്നു. സ്പീക്കറൊക്കെ എടുത്തിട്ട് പോയി. ബങ്കറിൽ ഞങ്ങൾ മാത്രമാണ്, അവരൊക്കെ ആരാടെ മുമ്മാറെന്നൊക്കെ പറഞ്ഞ് നോക്കിയതാണ്. ഞങ്ങൾ ഫുള്ളി മറ്റേ തമിഴ് മലയാള സോങ്ങൊക്കെ ഇട്ട് അവിടെ ഫുൾ ചില്ലിങ് ആയിരുന്നു. പക്ഷേ എൻ്റെ ബങ്കർ എന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് കിട്ടിയ ബങ്കർ അത്ര സുഖമല്ലായിരുന്നു. അതായത് ഞങ്ങളെ കൊണ്ടുപോകുന്നത്, ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആദ്യം കയറി ചെന്ന് എത്താനൊന്നും പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് ബോബ് ട്രേഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് കീഴിലുള്ള ഓൾ ഫോറിൻ സ്റ്റുഡൻസ്, അതായത് ഹോസ്റ്റൽ 5 ഏകദേശം ഒരു 500-600 സ്റ്റുഡൻസിന് മുകളിലുണ്ട്. അതായത് ഏകദേശം 9 ഫ്ലോർസ് ഉണ്ട്. ഒരു ഫ്ലോറിൽ ഏകദേശം 20-22 മുറികളുണ്ട്. ഓരോ റൂമിലും 2 അല്ലെങ്കിൽ 2 സീറ്റേഴ്സ് ആണെങ്കിൽ 4 സീറ്റേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും സ്റ്റുഡൻസിനെ താഴെ ബങ്കറിൽ അക്കോമഡേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു കപ്പാസിറ്റി ആലോചിക്കണം. ഒരു ഹാളിൽ അറൗണ്ട് 50ക്ക് മുകളിൽ. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ബങ്കറിൽ 50 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 52-53 പിള്ളേരായിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റിൽ റിമെമ്പർ. ആൻഡ് എൻ്റെ ബങ്കറിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇരുന്ന സ്ഥലത്തുണ്ടല്ലോ, അതായത് ഞങ്ങൾ വന്നുമ്പോഴത്തേക്കും ഞങ്ങളുടെ ആ ഒരു ഹാള് 3/4 ഫില്ലായി. ഞങ്ങൾക്ക് അങ്ങോട്ട് ഇരിക്കാനിടയില്ല. ഞങ്ങളിരുന്നത് ഇതിൻ്റെ കുറേ പൈപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ കീഴെയാണ്. അതായത് ലിറ്ററൽ പൊടി. അതായത് ഒരു പ്രോപ്പർ ഫ്ലോറിംഗ് ഇല്ല, പ്രോപ്പർ വാളിൻ്റെ സൈഡ് പ്ലാസ്റ്ററിങ്ങോ ഒന്നുമില്ല. പൊടിയും മണ്ണും സിമെൻറ്റും ഡസ്റ്റും. എത്ര നാൾ ആൾക്കാർ കയറി ഇറങ്ങാത്തതിൻ്റെ ഡസ്റ്റ് പെട്ടെന്ന് ആൾക്കാർ വന്നപ്പോൾ കംപ്ലീറ്റ് ഡസ്റ്റായിട്ട് മറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം. അത്ര ഒരു ഹൊറിഫിക് സ്ഥലമായിരുന്നു എനിക്ക് ബങ്കർ. നീ പറ, നിനക്ക് എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് ആക്ച്വലി 2 ബങ്ക് ബെഡ്സ് ഉണ്ടായിരുന്നു. ബെഡല്ല, ജസ്റ്റ് ഒരു വുഡൻ പ്ലാറ്റ്ഫോം മാത്രം, പിന്നെ ഫ്ലോർ. അപ്പം ഒരു ചെറിയ റൂമായിരുന്നു. ചെറിയ റൂമിൽ 2 ബങ്ക് ബെഡ് ഇടുമ്പോൾ തന്നെ ചെറിയ റൂമിൽ ആലോചിച്ച് നോക്കുക എത്ര ആൾക്കാർ ഫിറ്റ് ചെയ്യാൻ പറ്റും നോർമലി. അപ്പോൾ എത്ര പേരുണ്ടായിരുന്നു എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഒരു ഐഡിയ ഇല്ല, ജസ്റ്റ് കയറി ഇരിക്കാൻ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബങ്കർ എന്ന് വെച്ചാൽ നമുക്കുള്ള പോലെ ജനലോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു വാൾ, 4 ചുമരിങ്ങനെ ഫുള്ളി ക്ലോസ്ഡ്, ഡോർ ഒരു ക്ലോസ് ചെയ്തിട്ട് പോയി. ലോക്ക്ഡ് ഒന്നുമല്ല പുറത്തുനിന്ന്, പക്ഷേ ഒരു കോറിഡോറുണ്ട്. കോറിഡോറിൽ ആക്ച്വലി അതിൻ്റെ ഇൻചാർജ് ആരെങ്കിലും കാണും. അപ്പം ഫസ്റ്റ് ഒരു പിടിയില്ല, എല്ലാവരെയും സെറ്റിൽ ചെയ്യുന്ന ഒരു തിരക്കിലായിരുന്നു ഇൻചാർജസ് എല്ലാം. അപ്പം നമ്മൾ എല്ലാവരെയും സെറ്റിൽ ചെയ്തു, എല്ലാവരും അകത്തിരിക്കുന്നു. പുറത്ത് എന്താണെന്ന് അറിഞ്ഞൂടാ, പുറത്ത് ഇറങ്ങരുതെന്നും സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവേഴ്സ് ഓഫ് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. എന്താണ് ഒരു ന്യൂസ്, ലൈക്ക് പുറത്ത് എന്താണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എല്ലായിടത്തും എത്തിയോ, എല്ലാ ബങ്കറിലെത്തിയോ, അത് റൂംസിൽ ആരെങ്കിലും ഉണ്ടോ, ഒന്നും ഒരു പിടിയില്ല. ഇവർ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ചെറിയ ന്യൂസ് നമ്മൾ ചോദിക്കുന്നതിനൊന്നും ലൈക്ക് അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അവരും ഹോസ്റ്റലിൻ്റെ ഉള്ളിലാണ്. ഇടയ്ക്ക് വരും, ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കാൻ പറയും, ട്രാക്ക് ചെയ്യുമെന്ന് പറയും. പിന്നെ ഇടയ്ക്ക് ഷെല്ല് സൗണ്ട്സ് കേൾക്കുന്നു. സൗണ്ട് കേൾക്കുമ്പം ആരും വരത്തില്ല, കാരണം എല്ലാവരും സെറ്റിൽ ഡൗൺ ആണ്, എല്ലാവരും സേഫായിട്ടിരിക്കണം. ഇൻചാർജസ് ആണെങ്കിലും സൗണ്ട് കേൾക്കുന്നു. ഫസ്റ്റ്ലി ഒരു ഫിയറാണ്, ലൈക്ക് എല്ലാവരുടെയും ഇടയിൽ ചോദ്യമാണ്, നമ്മൾ തിരിച്ച് പോകുമോ അതോ ഇവിടെ കിടക്കുമോ, എങ്ങനെയാണ്. ഫസ്റ്റ്ലി നമ്മുടെ ഇടയിലൊരു ഡിസ്കഷനാണ്. അപ്പം ആക്ച്വലി ഇവരുടെ ഹോസ്റ്റലല്ല ഞാൻ. അപ്പം എനിക്ക് വേറൊരു ഫ്രണ്ട് സർക്കിളായിരുന്നു ആ ടൈമിൽ. അപ്പം ആ ടൈം എന്ന് വെച്ചാൽ ആ ഹോസ്റ്റലിൽ. അപ്പം ഞാൻ എല്ലാവരും അവരുടേതായ ഹോസ്റ്റലിൽ പോകണമായിരുന്നു. ആദ്യത്തെയൊക്കെ ഒരു ടൈമിൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അതൊരു 1.5 ചോദ്യം തന്നെയായിരുന്നു. പോകുമോ ഇല്ലയോ എന്ന് ഒരു കോൺട്രവേഴ്സി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കുറേ മണിക്കൂർ കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന ന്യൂസ്. അപ്പോൾ ഞങ്ങൾ ടോയ്ലറ്റ് പോകാമെന്നൊക്കെ പറഞ്ഞാൽ പുറത്തൊരു
1 or 2 ടോയ്ലറ്റ്സ്, അത് ഫസ്റ്റ് ഫ്ലോറൊക്കെ മാക്സിമം അവർ വിടത്തുള്ളൂ. ബങ്കേഴ്സിൽ ടോയ്ലറ്റ്സ് ഇല്ല. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ പോകണം, കാരണം മോസ്റ്റ്ലി സ്റ്റേ ടു ദി ഗ്രൗണ്ട് സൈഡ് എന്നാണ്. വാഷ്റൂം പോകാൻ ഭയങ്കര സീനാണ്. എന്ന് വെച്ചാൽ അവർ ഓൾറെഡി കുറേ പേരുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ വാഷ്റൂംസ് എന്ന് പറയുമ്പം ആകെ 2 വാഷ്റൂമാണ് അവിടെ ഉള്ളത്. അപ്പം ഇത്രയും പേര്, ഒന്ന് ക്യൂ, 2 എന്തെങ്കിലും പുറത്ത് എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്യൂ ഡേയ്സിന് കാര്യം പറഞ്ഞാൽ ഫസ്റ്റ് ഫ്യൂ ഡേയ്സിൽ എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർ ഒട്ടും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനോ ഒന്നും സമ്മതിക്കത്തില്ല. കുറച്ച് ഐറ്റംസ് ഞങ്ങൾ പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് വെച്ചിരുന്നു. ഹോസ്റ്റൽസിലെ പിള്ളേരാകട്ടെ ലോക്കൽസ് ആവട്ടെ, അവിടെ മെയിൻലി ഉണ്ടായിരുന്ന 2 സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് നീ പറയുന്നു. പറഞ്ഞു. അത്തബ സിൽപ്പോ എന്ന് പറഞ്ഞ 2 ഷോപ്സ് ആയിരുന്നു. നല്ല ക്ലോസ് ബൈ, കുറേ മെമ്മറീസ് ഉള്ള ഷോപ്പാണ്. ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അതെ, ബാസ്ക്കറ്റ് ആയിരുന്നു ആക്ച്വലി ക്ലോസ്, ബട്ട് കുറേ കൂടി ഗുഡ്സ് ഉണ്ടായിരുന്നതും സ്ഥാനങ്ങളുണ്ടായിരുന്നത് അത്തബയിലും ശില്പമായിരുന്നു. അത്തബയായിരുന്നു നല്ല വലിയൊരു സൂപ്പർ മാർക്കറ്റ്, കാരണം ക്വാണ്ടിറ്റി എല്ലാവർക്കും എല്ലാ സാധനവും. ഇപ്പോൾ വെള്ളം തന്നെ ലാസ്റ്റ് ഞങ്ങൾ ചെന്നപ്പം 5 ലിറ്ററിൻ്റെ ഒരു ക്യാനോ 1 or 2 ക്യാൻ കിട്ടിയിരുന്നത്. ബാക്കിയെല്ലാം സോഡയാണ്. ബാക്കി വന്ന് സോഡ, പിന്നെ കുറച്ച് ജ്യൂസുകൾ, ഭയങ്കര മിനിമൽ എമൗണ്ടിൽ ആയിരുന്ന കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾക്ക് ബാഗ്സ് കൊണ്ടുപോകാനുള്ള ചെറിയ ബാക്ക് പാക്കും പാക്ക് ചെയ്യണം. ബാക്കി കബേർഡ്സിനെല്ലാം പാക്ക് ചെയ്ത് ട്രോളീസിലാക്കിയും വെക്കണം. ഇൻ കേസ് മേ ബി ട്രോളി ആയിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനൊരു ഗ്യാപ്പ് കിട്ടിയാലായിരുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി പെട്ടി അതുപോലെ പാക്ക് ചെയ്ത് ഇരിപ്പുണ്ടെന്നാണ് വിശ്വാസം, അറിഞ്ഞൂടാ. അങ്ങനെ മാക്സിമം ഗുഡ്സ്, കുറച്ച് ഫുഡ് ഐറ്റംസ് എന്ന് വെച്ചാൽ സ്നാക്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കിട്ടിയിരുന്നു. പക്ഷേ ഇത് എത്ര ദിവസം വരെ പോവും, എത്ര ദിവസത്തേക്ക് സാധനങ്ങളുണ്ട് ഒരു പിടിയില്ല. എല്ലാവരും ഒരു മിനിമൽ എമൗണ്ടിൽ, ഒരു ചെറിയ കുടിലിൽ നമ്മൾ ചെറിയ സാമ്പത്തിക സ്ഥിതിയിൽ താമസിക്കാന്ന് പറയുന്ന പോലെ എല്ലാവരും ഒരു വലിയ ആൾക്കാരും 5 ലിറ്ററിൻ്റെ ക്യാനും വെച്ച് കുറച്ച് ദിവസം അങ്ങനെ പോയി. അപ്പോൾ അതങ്ങനെയായിരുന്നു. അപ്പം ഈ ഒരു ഇനീഷ്യൽ ഡേയ്സ് ഉണ്ടല്ലോ, അതൊരു സത്യം പറഞ്ഞാൽ നല്ല രീതിക്ക് മനുഷ്യനെ പേടിപ്പിക്കുന്നൊരു കാര്യമാണ്. സത്യം ഒരു ഗുണം എന്നായിരുന്നു അറിയോ, എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഒരു യുദ്ധത്തിൻ്റെ സമയത്ത്, ഒരു വോർ നടക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മൾ ഒറ്റയ്ക്കാകുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ വരാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ്റെ ഭീകരത ഭയങ്കരമായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്യും. അവിടെ നമുക്ക് ഗുണമായത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു, ഒന്നിച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓക്കെ, ഈ പറഞ്ഞ ഒരു ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, നാട്ടിൽ പോവുമോ, അല്ലെങ്കിൽ ഇനി വീട്ടുകാരെ കാണാൻ പറ്റുമോ, അപ്പനെ അമ്മേനെ ഇനി കാണാൻ പറ്റുമോ, സഹോദരങ്ങളെ കാണാൻ പറ്റുമോ, നാട്ടിൽ പോകാൻ പറ്റുമോ, അതൊക്കെ ഒരു ചോദ്യമായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ, ഒരു കോൺഫിഡൻസ് വന്നു, ഓക്കെ നോക്കാം, വരുന്നിടത്ത് വെച്ച് കാണാം, പോകാൻ പറ്റിയാൽ പോയി, ഇല്ല വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു സംഭവത്തിലേക്ക് വന്നു. അപ്പം ഇത് കഴിഞ്ഞു ഫസ്റ്റ് ഡേ ഓഫ് ബങ്കർ. ഞാൻ പറഞ്ഞല്ലോ 12 മണിക്കൂർ കഴിഞ്ഞു ബങ്കറിൽ ഏകദേശം. അപ്പം വന്നു, നമുക്ക് ആദ്യമേ ബ്ലാങ്കറ്റ്സ് ഒന്നുമില്ല. ഞാനീ പറഞ്ഞ പോലെ ഞങ്ങളുടെ ബങ്കറിൽ കംപ്ലീറ്റ് ഞാൻ പറ്റുവാണെങ്കിൽ ഫോട്ടോസ് അന്നത്തെ വീഡിയോസൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കാം. കംപ്ലീറ്റ് മണ്ണും പൊടിയും പുകയും എന്ന രീതിക്ക് ഇങ്ങനെ പൊങ്ങി നമുക്ക് ഇരിക്കാനോ നിൽക്കാനോ, അത് നമ്മളൊന്ന് തറയിലിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് ഇത്ര കട്ടിക്ക് പൊടിയടിക്കും. അത്ര രീതിക്കായിരുന്നു അവിടെ പൊടിയും കാര്യങ്ങളും. പിന്നെ ഒരു പ്രസക്തിയില്ല അവിടെ. അയ്യോ, ഹൈജീനോ അല്ലെങ്കിൽ വൃത്തിക്കോ അങ്ങനത്തെ ഒരു സാധനത്തിനും അവിടെ പ്രസക്തിയില്ല. ഏറ്റവും വലിയ സംഭവം പയ്യെ വിശന്ന് തുടങ്ങി. അവിടെയാണ് ഹൈലൈറ്റ്. കയ്യിൽ കുറച്ച് ഫുഡുണ്ട്, നമ്മളെല്ലാവരും കുറച്ച് മേടിച്ച് വെച്ചായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 9-10 പേര് നമ്മളിങ്ങനെ കുറേ പൈപ്പുകൾക്ക് അടിയിലിരിക്കുകയാണ്. ഒരു 12 മണിക്കൂർ കഴിഞ്ഞു. അതുവരെ ഞങ്ങൾക്ക് അപ്പം നമ്മൾ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളോട് പറഞ്ഞു തറയിലിരുന്നോ, കാരണം ഞങ്ങൾക്ക് തറയിരിക്കാനേ വരത്തുള്ളൂ. അവിടെ ഒരു പേപ്പർ കഷ്ണം പോലും ഇല്ലായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് നമുക്ക് കടന്നു പോകാനായിട്ട്. തറയിൽ വിരിക്കാനോ അല്ലെങ്കിൽ തറയിലിടാനോ ഒന്നുമില്ലായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അവിടെ ഭയങ്കര സീനായിരുന്നു. അപ്പം അങ്ങനെ പയ്യെ ഉണ്ടായിരുന്ന ഫുഡുകളൊക്കെ പയ്യെ എല്ലാവരും പൊട്ടിച്ച്, അപ്പം നമ്മളെല്ലാവരും പയ്യെ ആദ്യം ചെറിയൊരു ഒരു ടെൻഷൻ ക്രിയേറ്റ് ആയെങ്കിലും പതിയെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊന്ന് കൂളായി, സിറ്റുവേഷൻ ഒന്ന് കാമായി. എല്ലാവരും പയ്യെ കയ്യിലുണ്ടായിരുന്ന ഫുഡുകളൊക്കെ എടുത്ത്, കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ എടുത്ത് പയ്യെ വിശപ്പും ദാഹമൊക്കെ കഴിഞ്ഞ് നമ്മൾ പയ്യെ ഫുഡൊക്കെ കഴിച്ചിരുന്നു. പക്ഷേ മെയിൻ സംഭവം നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതായത് നാട്ടിൽ വിളിക്കാൻ പറ്റത്തില്ല, നമുക്ക് യൂസ് ചെയ്യാം. കാരണം നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഫോൺ നെറ്റ്വർക്ക് സിഗ്നൽസ് അവർ ട്രാക്ക് ചെയ്ത് എത്ര ആൾക്കാരുണ്ടോ അത്രയും എവിടെയൊക്കെ സിഗ്നൽസ് കിട്ടുന്നുണ്ടോ അങ്ങോട്ട് സ്പെസിഫിക് ആയിട്ട് ഷെൽ അറ്റാക്സ് വരും. സോ അതുകൊണ്ട് ഫോൺ യൂസ് ചെയ്യരുതെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ 12 മണിക്കൂർ കഴിഞ്ഞു, 24 മണിക്കൂർ എടുക്കുന്നു. അതായത് ഫസ്റ്റ് ഡേ നൈറ്റ് 24th of February നൈറ്റായി. രാത്രി ആയപ്പോഴത്തേക്കും ഇവർ
അപ്പോൾ ഇത്രയും പിള്ളേർക്ക് എത്തണമല്ലോ. ഒന്നോ രണ്ടോ ഷീറ്റ് കൊണ്ടുവന്നു. ഞങ്ങളൊരു 10 പേരുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, 10 പേരും 1-2 ഷീറ്റും, 2 അല്ല 3 ഷീറ്റ് കിട്ടിയായിരുന്നു അന്ന്. പക്ഷേ 3 ഷീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കരുത് മറ്റേ വലിയ ഡബിൾ ബെഡ് ഷീറ്റാന്ന് വിചാരിക്കരുത്. സിംഗിൾ ബെഡിൻ്റെ 3 ഷീറ്റ് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ആ ഷീറ്റ് വിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ എല്ലാവരും കിടന്ന്, ജസ്റ്റ് ഷീറ്റ് മാത്രം, അതിൻ്റെ അടിയിൽ വെറും മണ്ണാണ്. ഞാൻ ഇന്നും ഓർക്കുന്നത്, ഫസ്റ്റ് ഡേ ഞാനൊരു ഒടിഞ്ഞ കസാരയിൽ ആ ബങ്കറിൻ്റെ ഒരു മൂലയ്ക്ക് ചാരി ഇരിക്കുമായിരുന്നു. ഫസ്റ്റ് ഡേ നൈറ്റ് നേരം വെളുപ്പിച്ചത് ഇങ്ങനെയാണ് ഞാൻ. ഇപ്പോൾ കറൻ്റ് എനിക്ക് ഓർമ്മയുണ്ട് എല്ലാ സാധനങ്ങളും. നിനക്ക് എങ്ങനെയായിരുന്നു ഫസ്റ്റ് ഡേ? നിനക്ക് എങ്ങനെയായിരുന്നു ബങ്കറിലെ നൈറ്റ്? ഞങ്ങളുടെ റൂം കുറച്ചുകൂടി ലൈക്ക് ബിയറബിൾ ആയിരുന്നു. അപ്പോൾ എങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയണ ടെമ്പററി സിറ്റുവേഷൻ അങ്ങനത്തെ ഒരു രീതിയിലാണ് ലൈക്ക് ചിന്തിച്ചത്. ബട്ട് ലൈക്ക് പിന്നെ പോയി ലൈക്ക് ഡെയിലി ന്യൂസ് ലൈക്ക് ഫോണ് വീട്ടിൽ വിളിക്കുന്നത് ലൈക്ക് മേ ബി 6,000 7,000 അങ്ങനെ. ലൈക്ക് അവർ പറയും നൗ യു ക്യാൻ ലൈക്ക് കോൾ ടു യുവർ പാരൻസ് ഓർ ലൈക്ക് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങളിങ്ങനെ ഫോണൊക്കെ ഓൺ ചെയ്ത് വീട്ടിൽ ഫുള്ള് അപ്പം മിസ്ഡ് കാൾ കാണും വിളിച്ച്. ലൈക്ക് സത്യം പറഞ്ഞാൽ എന്നെ കേട്ട് വീട്ടിലാണ് ഭയങ്കര സീനായിരുന്നു. എപ്പോൾ വിളിച്ചാലും വീട്ടിലൊക്കെ അമ്മയൊക്കെ അഴുത്തിട്ടാണ് ഫോൺ എടുക്കണ. ഭയങ്കര സീനായിരുന്നു. അതൊരു ഭയങ്കര സിറ്റുവേഷനാണ്. കാരണം നമുക്ക് ആക്ച്വലി നമ്മളിവിടെ എല്ലാവരുടെയും കൂടെ ഇരിക്കുന്നത്, നമ്മൾ ആക്ച്വലി വീട്ടുകാർ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ അവരോട് പറയുന്നത് ഇവിടെ ഒന്നുമില്ല, നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല, പേടിക്കേണ്ടെന്ന്. പക്ഷെ അവിടെ നമ്മുടെ നാട്ടിലെ മീഡിയ ഉണ്ടല്ലോ, അവർ നമുക്ക് സ്പെഷ്യലായിട്ട് താങ്ക്സ് പറയണം മീഡിയയോട്. നാട്ടിലെ മീഡിയ ഇനീഷ്യൽ ടൈംസിൽ ഭയങ്കര ഭീകരമായിട്ടാണ് ന്യൂസ് കൊടുത്തുകൊണ്ടിരുന്നത്. വീട്ടുകാരെല്ലാം ഇത് കാണുന്ന സ്വാഭാവികമായിട്ടും പേടിച്ച് ആരാണ്ടിരിക്കുമായിരിക്കും സ്വാഭാവികമായിട്ട്. ഇത്രയും പിള്ളേരുണ്ട്, എല്ലാം ഓരോ മാതാപിതാക്കൾക്കും അവനവൻ്റെ കൊച്ച് സേഫായിട്ട് എത്തുമോ അല്ലെങ്കിൽ ഇനി കാണാൻ പറ്റുമോ എന്ന ആവലാതിയും പേടിയുമുണ്ട്. ആ ഒരു ഇതാണ് ഓരോ വട്ടവും വീടുകളിലോട്ട് വിളിക്കുമ്പോഴത്തേക്ക് അവരുടെ വായിൽ നിന്ന് കേൾക്കുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ട് പറയും പേടിക്കേണ്ട, ഒന്നുമില്ല, നിങ്ങൾ പറയും ഇത്രയും ടെൻഷൻ ആവാനില്ല എന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. അപ്പം മീഡിയ കംപ്ലീറ്റ്ലി നമുക്ക് ഇതാക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കുറേ ക്ലിപ്പിങ്സ് അവർ അക്സെപ്റ്റ് ചെയ്തു, ഞങ്ങൾ കുറേ ഷൂട്ട് ചെയ്തു, നമ്മുടെ സിറ്റുവേഷൻസ് കാണിച്ചു കൊടുത്തു. അറ്റ്ലീസ്റ്റ് ഗവൺമെൻറ്റിനെ കുറച്ച് അവെയർ ആക്കാൻ ശ്രമിച്ചിരുന്നു. ഹെൽപ്ഫുള്ളായി ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ മീഡിയ ഹെൽപ്പ് ചെയ്തു. ഒരു ന്യൂസ് പേപ്പറിൽ എൻ്റെ ഫോട്ടോ ഒക്കെ വന്ന് ട്രെവൻകൂർ മാറിൽ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫോട്ടോ ഇട്ട് ഉക്രൈനിൽ ചിക്കിയ ബാലിബെന്ന് പറഞ്ഞിട്ട് ന്യൂസൊക്കെ ഇട്ട്. അത് കൊള്ളാം. എന്തായാലും ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഡേ ഇനീഷ്യൽ ഡേയ്സിൽ ആക്ച്വലി മീഡിയ ഭയങ്കരമായിട്ട് ഓവറായിട്ട് കൊടുത്തു. നീ പറഞ്ഞത് ഇത് ശരിയാണ്. കാരണം അത് കഴിഞ്ഞിട്ടൊരു അത് ആക്ച്വലി എൻ്റെ ഒരു ശരിയാണെങ്കിൽ ഒരു 4th ഡേ എങ്ങാണ്ടാണ് നമുക്ക് മീഡിയ കവറേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4th 5th അങ്ങനെ എങ്ങാണ്ടാണ് നമുക്ക് ന്യൂസുകാർ നമ്മളെ വിളിക്കുന്നത്, സിറ്റുവേഷൻ എന്താണെന്ന് കറക്റ്റ് അറിയാനായിട്ട് പറയുന്നത്. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഡേ ആക്ച്വലി ഭയങ്കരമായിട്ട് പേടിപ്പിച്ചുള്ള കാര്യം പറയാമല്ലോ. ഭയങ്കരമായിട്ട് സ്വാഭാവികമായിട്ടും അന്ന് അത്രയും ന്യൂസ് വാല്യൂ ഉള്ളൊരു കാര്യമാണ്. ഇത്ര ഒരു ഫുൾ സ്കെയിൽ ഇൻവേഷൻ അന്ന് ചിന്തിക്കാൻ പോലും മേലെ. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെ ലൈവായിട്ട് നേരെ നിന്ന് അറ്റാക്ക് ചെയ്യുന്നു, ഫുൾ സ്കെയിൽ ഇൻവേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു യുദ്ധം എന്ന് പറയുന്ന ഒരു സാധനം ശരി ചിന്തിക്കാൻ പോലും മേലാത്തൊരു സമയമാണ്. കാരണം നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല ഒരു യുദ്ധം. ന്യൂസിൽ കണ്ടുള്ള പരിചയമുള്ളൂ. നമ്മൾ ആ കൺട്രിയിൽ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് ന്യൂസ് ബുക്കിൽ പഠിച്ചിട്ടുള്ളത്, ന്യൂസിൽ പോലും കാണാറില്ല. ആക്ച്വലി നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ റഷ്യ യുക്രൈൻ വാർ തുടങ്ങുന്ന സമയത്ത് അതിന് മുന്നേ ഇത്രയും ഹെവി ആയിട്ട് വേറൊരു വാർ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഒരു 2014 വാർ ഉണ്ടായിരുന്നതും അത് ബോർഡറിൽ ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺഫ്ലിക്റ്റ് പോലെ വന്ന് ലോക്കൽസിന് പോലും അത് അഫക്റ്റ് ചെയ്തില്ല. ഭയങ്കരമായിട്ട് നമ്മൾ ലോക്കൽസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നോർമലി ഒരു വാർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇൻഫർമേഷൻ ലോക്കൽസിൻ്റെ അടുത്ത് നിന്നാണ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവർക്കും വാർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും പിന്നെ യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്നും ആരും ഒന്നും ഇൻഫോം ചെയ്തിരുന്നില്ല. ലൈക്ക് മേ ബി അവർക്ക് ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കാം, ഒരു കൺഫേം ന്യൂസ് ഇല്ലാത്തതുകൊണ്ടാവാം. പക്ഷെ ഞങ്ങൾ കുറേ ചോദിച്ചിരുന്നു, പക്ഷെ ഒരു കറക്റ്റായിട്ടൊരു ഇത് വന്നിരുന്നില്ല. അത് ശരിയാണ്. ഒരു ഡിസൈഡ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ലാക്ക് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു ആക്ച്വലി അവിടെ. ഇത്രയും സ്റ്റുഡൻറ്റ് ഞാൻ അവിടെ എനിക്ക് എടുത്ത് പറയാൻ ഇപ്പോൾ തോന്നിയൊരു കാര്യമാണ്. നമ്മളുടെ അവിടെ ഒരു ഏജൻസി ഉണ്ടായിരുന്നു, ബോബ് ട്രേഡ് എന്ന് പറഞ്ഞു. പറയേണ്ട ഒരു വ്യക്തിയാണ് ഹർദീപ് എന്ന് പറയുന്ന ഒരു പുള്ളി. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടെങ്കിലും ആ പുള്ളി എല്ലാ പിള്ളേരുടെ കാര്യങ്ങളെല്ലാം നോക്കി അത്രയും സ്റ്റുഡൻസിന്. കാരണം ഒന്ന് ആലോചിക്കണം, ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഫസ്റ്റ് ഡേ കഴിഞ്ഞല്ലോ, എല്ലാം ഞണ്ണണ്ടേ. നമ്മുടെ കയ്യിലുള്ള ഫുഡ് ഏകദേശം ഒന്ന് ഒതുങ്ങി തുടങ്ങി. ഓക്കെ,
നോർമലായിട്ട് അപ്പം ഞങ്ങളോട് പറഞ്ഞു മെസ്സിൽ നിന്ന് ഫുഡ് കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ ഫസ്റ്റ് നമ്മൾ മെസ്സി പോയെന്ന് തോന്നുന്നു. മോർണിംഗ് മെസ്സി പോയടാ, നൈറ്റ് എടാ ആക്ച്വലി നൈറ്റ് ഞങ്ങളുടെ റൂമിൽ ലൈക്ക് കുറേ സ്റ്റുഡൻസ് മെസ്സി പോയിട്ട് പക്ഷെ തിരിച്ചു വന്നില്ല. മെസ്സിൽ പിടിച്ച് അവിടെ പോയപ്പോൾ ഷെല്ലിങ് സ്റ്റാർട്ടായെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തി. ആക്ച്വലി ഞാനും പോകണ്ടായിരുന്നു, പക്ഷെ എൻ്റെ കൂടെ ഇരുന്ന് ഓർത്തതിനപ്പോൾ ലൈക്ക് ചെറിയ വയറ്റിൻ്റെ പ്രശ്നമായി. അവൻ ടോയ്ലറ്റിൽ കയറി, പിന്നെ അവൻ ഇറങ്ങിയത് ഷെല്ലിങ് സ്റ്റാർട്ടായി. സോ അന്ന് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ അവിടെ മെസ്സിൽ താങ്ക്സ് ജെറ്റ്. അങ്ങനെ അന്ന് മെസ്സിൽ അപ്പം അന്ന് ഫസ്റ്റ് ഡേ അപ്പം മോർണിംഗ് കഴിച്ചതാണ്. പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്നാക്സ് എല്ലാം കുറച്ച് അങ്ങനെ തീർന്നു. നൈറ്റ് ഫുഡ് ഇല്ലായിരുന്നു, കാരണം മെസ്സിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് ഷെല്ലിങ് ആയിരുന്നു, ഹെവി ഷെല്ലിങ് ആയിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നൈറ്റ് ഞാൻ ഇരുന്നിരുന്ന് നേരം വെളുപ്പിച്ചു. കാര്യം എന്ന് വെച്ചാൽ നൈറ്റ് ഏതാ മോർണിംഗ് ഏതാന്ന് അറിഞ്ഞിടായിരുന്നു. ഒയ്യോ, അതൊന്നും പറയേണ്ട കാര്യമാണ് കേട്ടോ. കാരണം ഒന്ന് ജനലില്ല, ഈ സാധനം അണ്ടർഗ്രൗണ്ടിലാണല്ലോ ഈ ബങ്കർ എന്ന് പറയുന്ന ഐറ്റം. ജനലില്ല, വാതിലുള്ളതാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കുന്നതാണ് സേഫ് എന്ന് അവർ പറയുമ്പോൾ നമ്മളും കോപ്പറേറ്റ് ചെയ്തേ പറ്റും. കാരണം കോപ്പറേറ്റ് ചെയ്ത വേറെ വഴിയില്ല. ഇൻ കേസ് ഇപ്പോൾ നമ്മൾ ഒരാൾ കാരണം ഇത്രയും പേർക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് അൺഅക്സെപ്റ്റബിൾ രക്ഷപ്പെട്ടാലും പിന്നെ മേ ബി ഒരു നമ്മൾ ചെയ്തിരുന്ന മിസ്റ്റേക്ക് പോലെ ആണ്. അപ്പം ഫോണും കൂടെ ഓഫ് ചെയ്തുകൊണ്ടല്ലോ രാത്രി ഏതാ പകലേതാന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതായിരുന്നു കറക്റ്റ് അവസ്ഥ. ഒരു കാര്യം അറിയാമായിരുന്നു, ബോഡി പയ്യെ വീക്കായി തുടങ്ങി. ഇൻ ദ സെൻസ് ഫസ്റ്റ് ഡേ ചെറിയ പൊടിയൊക്കെ അടിച്ച് ഫസ്റ്റ് ഡേ കഴിഞ്ഞല്ലോ, രാത്രി ഇരുന്ന് ഉറങ്ങി തീർത്ത്. സെക്കൻഡ് ഡേ, അതായത് February 25 സെക്കൻഡ് ഡേ സ്റ്റാർട്ടായി. അപ്പോഴത്തേക്കും പയ്യെ എല്ലാവർക്കും ചെറിയൊരു ക്ഷീണവും ചെറിയൊരു ഇതൊക്കെ തുടങ്ങി. കാരണം പൊടിയൊക്കെ അടിച്ചു, പതിവില്ലാതെ ശരീരമൊക്കെ ഒന്ന് അനങ്ങി. സ്നാക്സ് തന്നെ, വെള്ളം കുറഞ്ഞു. മെൻ്റലി ആക്ച്വലി സ്ട്രെസ് ആവാൻ തുടങ്ങി. എൻ്റെ റൂമിലൊക്കെ ലൈക്ക് ആർഗ്യൂ ഒക്കെ ചെയ്യാൻ തുടങ്ങി. ലൈക്ക് ചില സ്റ്റുഡൻസ് അവരായിട്ട് ലീഡർ പോലൊക്കെ ചാർജ് എടുത്ത് മുറിയിലിരുന്ന് പുറത്തിറങ്ങിക്കൂടെ. ചില പേർക്ക് ലൈക്ക് സോസ ഇടാൻ പറ്റുന്നില്ല പൊടിയിൽ. എനിക്കിപ്പോൾ ഞാൻ എന്താ മുകളിലാണ് പോണേ, റൂമിൻ്റെ പുറത്താണ് നിൽക്കാൻ പോകണമെന്നൊക്കെ, അതൊന്നും പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആർഗ്യുമെൻ്റ് ഒക്കെ തുടങ്ങി സെക്കൻഡ് ഡേ തന്നെ. കാരണം നമുക്ക് അതിൻ്റെ റീസൺ കാരണം ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ഫുൾ സ്ട്രെച്ച് വാർ നടക്കുന്നു, 2 ബങ്കറിനകത്ത് കിടക്കുന്നു, ഒരു കംപ്ലീറ്റ് ഡേ പ്രോപ്പർ ഫുഡില്ല, പ്രോപ്പർ സ്ലീപ്പില്ല. അതിൻ്റെ മുകളിൽ ഓവർ മെൻ്റൽ സ്ട്രെസ്സിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കയ്യിൽ നിന്ന് പോയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. അങ്ങനെ സെക്കൻഡ് ഡേ ഞാൻ ഈ പറഞ്ഞ പോലെ മോർണിംഗ് ഫുഡില്ല, നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയി. സെക്കൻഡ് ഡേ സത്യം പറഞ്ഞാൽ കയ്യിൽ സാധനങ്ങളുണ്ടായിരുന്നു, മേടിച്ച വെള്ളം ഉണ്ടായിരുന്നു, അങ്ങനെ അതങ്ങ് സേഫായി പോയി. ഞാൻ പറയുവാണെങ്കിൽ സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കുറച്ചും കൂടെ ബ്ലാങ്കറ്റ് കിട്ടി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സൈഡിൽ ചേർന്ന് കിടക്കാനായിട്ട് എനിക്ക് ഇച്ചിരി ഇട കിട്ടി. സ്റ്റിൽ തറയിലാണ്, എന്നാൽ കൂടെ ഫസ്റ്റ് ഡേ ഇരുന്ന് ഉറങ്ങിയതിനേക്കാൾ എനിക്ക് ബെറ്റർ ആയിരുന്നു, കിടക്കാനൊരു അവസരം കിട്ടി. 5 അടി മണ്ട്.